ലാഞ്ചിയാനോയിലെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം. സാൻ ജിയോവാനി റൊത്തോണ്ടോയിൽ വിശുദ്ധ പാദ്രെ പിയോയുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധന്റെ പുണ്യശരീരവും ദർശിച്ച് മതിയാവോളം പ്രാർത്ഥിച്ച് സംതൃപ്തിയോടെയാണ് മടക്കം. ഞങ്ങളെ കൂടാതെ ധാരാളം തീർത്ഥാടകർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ ചിലരൊക്കെ മടക്കയാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത് രാത്രിയിലായിരുന്നതുകൊണ്ട് പരിസരങ്ങളൊന്നും കാണുവാനോ ആസ്വദിക്കാനോ പറ്റിയില്ല. ഇറ്റലിയിലെ തെക്കൻ പ്രദേശത്തെ ഒരു മലമ്പ്രദേശമാണ് സാൻ ജിയോവാനി റൊത്തോണ്ടോ. മടക്കയാത്രയിൽ മലയിറങ്ങുന്നതിനിടയിൽ ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ബസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാതം ഇത്രയുമായിട്ടും തണുപ്പുള്ളതുകൊണ്ടാവാം വഴിയിൽ ആളുകൾ വളരെ കുറവാണ്. നഗരം ഉണർന്നു തുടങ്ങിയിട്ടേയുള്ളൂ. റോഡിന്റെ രണ്ടു വശങ്ങളിലും ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടങ്ങളും ഒലിവിൻ തോട്ടങ്ങളുമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ലാഞ്ചിയാനോയിലേക്ക് 2 മണിക്കൂറോളം യാത്രയുണ്ട്. യൂറോപ്പിന്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ടായിരുന്നു യാത്ര. ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളായതുകൊണ്ട് വഴിയിൽ വലിയ ട്രക്കുകളും മറ്റുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാഞ്ചിയാനോയിലെത്തുവാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് ടൂർ മാനേജർ അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 870 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം. കുരിശിൽ തറച്ച യേശുക്രിസ്തുവിനെ കുന്തം കൊണ്ട് കുത്തിയ ലോഞ്ചിനൂസ് എന്ന ഭടൻ ഈ നാട്ടുകാരനായിരുന്നു. കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ഉണ്ടായ രക്തത്തുള്ളികൾ കാഴ്ച മങ്ങിയ ആ ഭടൻ്റെ കണ്ണിൽ വീഴുകയും അങ്ങനെ അദ്ദേഹത്തിന് കാഴ്ച പൂർണ്ണമായും ലഭിക്കുകയുമുണ്ടായി. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്ത്യാനിയാവുകയും ചെയ്തു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടാകാൻ കാരണമായി. പിന്നീട് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും വിശുദ്ധനാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുകയും വിശുദ്ധ ലോഞ്ചിനൂസിൻ്റെ പേരിൽ സമർപ്പിക്കുകയും ചെയ്തു. 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ വിശുദ്ധ ലോഞ്ചിനൂസിനായി സമർപ്പിച്ചിരുന്ന ഈ ദേവാലയത്തിൽ ബസേലിയൻ സഭയിലെ സന്യാസി വൈദികൻ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം. യഥാർത്ഥത്തിൽ കുർബാനയിൽ അർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നുണ്ടോ എന്ന്. ആ വൈദികൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നു എന്നും ഇതെൻ്റെ രക്തമാകുന്നു എന്നുമുള്ള കൂദാശാവചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് കുർബാനയിൽ ഉപയോഗിച്ച ഗോതമ്പപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ മാംസവും രക്തവുമായി മാറി. അത് കണ്ട ആ വൈദികനിലുണ്ടായ ഭയം പിന്നീട് ആത്മാവിൽ നിറഞ്ഞ സന്തോഷമായി മാറി. കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജനങ്ങളോട് ഈ അത്ഭുതം വന്ന് കാണുവാൻ അനുവദിക്കുകയും ഇത് നാട്ടിൽ വലിയ വാർത്തയാകുകയും ചെയ്തു. ഈ കാലഘട്ടങ്ങളിൽ ദേവാലയത്തിൻ്റെ സംരക്ഷണ ചുമതല ബസേലിയൻ സന്യാസ സമൂഹത്തിനായിരുന്നു. പിന്നീട് 1176 ബെനഡിക്റ്റൻ സന്യാസ സഭയ്ക്ക് ഈ ചുമതലകൾ കൈമാറി. 1252 ഈ ദേവാലയത്തിൻ്റെയും തിരുശേഷിപ്പിൻ്റെയും സംരക്ഷണം ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് കൈമാറ്റപ്പെട്ടു. അവർ ഈ ദേവാലയം പുതുക്കിപ്പണിഞ്ഞ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേരിൽ സമർപ്പിച്ചു. ഇതിനോടകം തിരുവോസ്തിയിൽ പല പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. 1970 ലാഞ്ചിയാനോയുടെ ബിഷപ്പ് ഈ മാംസകഷ്ണവും രക്തക്കട്ടകളും ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. ഇറ്റലിയിലെ അരീസോ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറും അനാട്ടമി, ഹിസ്റ്റോളജി,
കെമിസ്ട്രി, ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി എന്നിവയുടെ മേധാവിയുമായിരുന്ന എഡ്വേർഡ് ലിനോലി എന്ന നിരീശ്വരവാദി നടത്തിയ പരീക്ഷണങ്ങൾ ലോകം അംഗീകരിക്കുകയുണ്ടായി. മാംസവും രക്തവും മനുഷ്യൻ്റേത് തന്നെയാണെന്നും മാംസം ഹൃദയപേശിയുടെയും രക്തം AB പോസിറ്റീവുമാണെന്നും സംശയരഹിതമായി അദ്ദേഹം തെളിയിച്ചു. 1978 ലോകാരോഗ്യ സംഘടന ഡോക്ടറുടെ ഈ നിഗമനങ്ങളിൽ 500-ൽ പരം പരീക്ഷണങ്ങൾ 15 മാസത്തിനിടയിൽ നടത്തുകയുണ്ടായി. ഇറ്റലിയിലെ തന്നെ ടൂറിനിൽ സൂക്ഷിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ചയിലും ഇതേ രക്തമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഈ തിരുശേഷിപ്പിന് ജീർണതയോ പൂപ്പലോ ഉണ്ടായിട്ടില്ല. 4 മിനിറ്റിന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കേട്ടോ ഇത്. കാരണം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ക്ലാസ്സൊക്കെ രാവിലെ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ജവമാലയൊക്കെ അതിന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോട്ടോ. പിന്നെ ചെന്നെത്തിയത് വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. ധാരാളം ബസ്സുകളും കാറുകളും ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ടൂർ കമ്പനി മരിയ എന്ന പ്രാദേശിക ഗൈഡിനെ ഞങ്ങൾക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തമാശകളും പൊട്ടിച്ചിരികളുമായി ഗൈഡിനോടൊപ്പം എല്ലാവരും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ദേവാലയത്തിലേക്ക് നടന്നു. പഴമ തോന്നിക്കുന്ന കെട്ടിടങ്ങൾ. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ദേവാലയത്തിലേക്കുള്ള വഴിയായതുകൊണ്ടാവാം വിജനമായ ഒരു വഴിയിലൂടെയാണ് മരിയ ഞങ്ങളെ നയിച്ചത്. വലിയ തിരക്കൊന്നും കണ്ടില്ല. മരത്തണലിലും പരിസരങ്ങളിലുമായി വിശ്രമിക്കുന്ന ചില കോളേജ് കുട്ടികളെ വഴിയിൽ കണ്ടു. പല ഇടനാഴികൾ കടന്ന് ദേവാലയ പരിസരത്തെത്തി. മുമ്പ് വന്ന വഴിയിലൂടെയല്ല ഇപ്പോൾ എത്തിയതെന്ന് തോന്നുന്നു. ദേവാലയ പരിസരങ്ങളിൽ അവിടെ ചില റിപ്പയറിങ്ങുകൾ നടക്കുന്നു. ഇവിടുത്തെ പഴമ തോന്നിക്കുന്ന നിർമ്മിതികളെല്ലാം അതേപടി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദേവാലയം വിവിധ കാലഘട്ടങ്ങളിൽ പല സന്യാസ സഭയുടെ സംരക്ഷണത്തിലായിരുന്നെങ്കിലും ബെനഡിക്റ്റൻ സഭയുടെ സംരക്ഷണത്തിലായിരുന്നപ്പോഴാണ് വെളിപാട് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മച്ചിൽ വരച്ചിരിക്കുന്നത്. ആദിമസഭയിലുണ്ടായിരുന്ന മാമോദീസ തൊട്ടിയാണിത്. ഇവിടെ ഇരുന്ന് മരിയ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. പിന്നീട് പോയത് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങളുടെയും പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ റിപ്പോർട്ടുകൾ, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പൂജ്യവസ്തുക്കൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ നിന്നും നമുക്ക് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് സമീപമെത്താം. ദേവാലയം ഉച്ചയ്ക്ക് അടയ്ക്കുന്ന സമയമായതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു. ഒരു ചെറിയ ദേവാലയം. യൂറോപ്പിലെ മറ്റുള്ള ദേവാലയങ്ങളെ അപേക്ഷിച്ച് കാര്യമായ അലങ്കാരപ്പണികളൊന്നും ഇവിടെ കണ്ടില്ല. എന്നാൽ അൾത്താരയിൽ വിശുദ്ധ കുർബാനയുടെയും തിരുരക്തത്തിൻ്റെയും തിരുശേഷിപ്പുകൾ 2 മാലാഖമാരുടെ കാവലിൽ വെള്ളിക്കാസയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഒരിടത്ത് യുവാക്കളുടെ പുണ്യവാളനായി നിയോഗിക്കപ്പെട്ട കാർലോ അക്വിറ്റസിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാവരും ഏറെ നേരം മതിയാവോളം പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഒരു പടി കൂടി വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ഈ ഭാഗത്ത് കുർബാന അർപ്പിച്ചപ്പോഴാണ് ദിവ്യകാരുണ്യ അത്ഭുതമുണ്ടായത്. അവ അധികാരികൾ പൂജ്യമായി സംരക്ഷിച്ചിരിക്കുന്നു. അവിടെ എല്ലാവരും ഭക്തിപൂർവം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണിത്.